പ്രിയരെ, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം അനുഭവിച്ച ദുരിതത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി 5 പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആ പദ്ധതിയുടെ ഏറ്റവും നിർണായകമായ ഒരു പദ്ധതി വനിതകൾക്ക് സൗജന്യമായി ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കുമെന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ നേതാക്കളും പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം നടപ്പാക്കുന്നതിന് വേണ്ടി ഇന്ന് കേരളത്തിൽ മുഴുനീളൻ ഡിപ്പോകളിലും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സൗജന്യ യാത്രയ്ക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് എറണാകുളത്തു നിന്നും അടിമാലിയിലേക്ക് പോകുന്ന ഓർഡിനറി KSRTC ബസ് ഇരുമ്പുപാലത്ത് വെച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും ഒത്തുചേർന്നതിന് സ്വീകരണം നൽകുകയും ആ യാത്രയ്ക്ക് എല്ലാവിധ മംഗളാശംസകളും അർപ്പിച്ചിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കേരളത്തിൽ നടപ്പാക്കുമെന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ആദ്യമായി ഈ ഒരു സൗജന്യ യാത്രയ്ക്ക് ഇവിടെ നാന്ദി കുറിച്ചിരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രിയദർശിനി ബസ് അതെ ഇരുമ്പുപാലത്ത് വന്നപ്പോൾ എല്ലാവരും കൂടെ സ്വീകരിക്കുന്ന കേട്ടോ കാണണേ കണ്ടോ. നമ്മുടെ ആളുകളെല്ലാം ഉണ്ട്. അതെ ഇരുമ്പുപാലം ടൗണിലാണ് കണ്ടോ. അടിപൊളി. ഇവിടെ നോക്കി നിൽക്കുമായിരുന്നു. കണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പ്രിയദർശിനി എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെ പ്രിയദർശിനി സ്ത്രീ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെ എല്ലാവരും ഇവിടെ ഇത് കെട്ടി കൊടുക്കുകയാണ് ഗൈസ് കണ്ടോ. ബസ്സിലെ സ്ത്രീകളും എല്ലാവരും തന്നെയാണ് കേട്ടോ. UDF-ന്റെ ആൾക്കാരാണ്. അതെ അവരെ സൗജന്യ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ. VD സതീശന് അഭിവാദ്യങ്ങൾ. ആഹാ ഇരുമ്പാന സിറ്റിയിലാണ്. സ്വീകരണമാണ്. അതെ ഗ്യാരണ്ടിയിൽ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ആ പദ്ധതിക്ക് ഇന്ന് കേരളത്തിൽ ആ പദ്ധതി നടപ്പാക്കിയതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും ആ പദ്ധതിയുടെ ഉദ്ഘാടനം ഓരോ മണ്ഡലത്തിലും നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി ഇരുമ്പുപാലത്തും ഓർഡിനറി ബസ് മൂന്നാറിലേക്കുള്ള വാഹനം എത്തിച്ചേരുകയും ഈ സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം ഈ ഇരുമ്പുപാലത്തും ഔപചാരികമായി നടത്തപ്പെടുകയാണ്. ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ആ പദ്ധതിയുടെ പ്രയോജനം കേരളത്തിലെ മുഴുവൻ വീട്ടമ്മമാർക്ക് ലഭ്യമാകുന്ന രീതിയിൽ പ്രാവർത്തികമാക്കി തീർത്ത ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഐക്യജനാധിപത്യ മുന്നണി. അതെ പ്രിയദർശന് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരും മാല കെട്ടി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ ഇരുമ്പാലത്ത് വന്നാട്ടോ രാവിലെ നോക്കിക്കുമായിരുന്നു. അവിടെ പ്രൈവറ്റ് ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. ഇതിനകത്തൊന്നും ആൾ കയറാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ ഇരുമ്പാലത്ത് പോയിപ്പോഴും ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. സ്ത്രീകളെല്ലാം ആ ബസ്സിൽ കയറാൻ വേണ്ടി നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ ബസ് റോഡിൽ തടഞ്ഞു നിർത്തി നിൽക്കുവാണ് അവിടെ. അതെ പുരുഷന്മാർ സ്ത്രീകൾ എല്ലാവരും തന്നെയുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള വണ്ടിയിൽ പ്രത്യേകിച്ച് പ്രിയദർശിനി എഴുതിയിട്ടുണ്ട്. പുതിയ വണ്ടിയിലൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല കേട്ടോ. അത് മൂന്നാർ വണ്ടിയാണ്. അതിനകത്ത് എഴുതിയിട്ടുള്ള ജീവിതത്തിൽ മാത്രമാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ.